കുടമാറ്റം വാശിയോടെ പുരോഗമിക്കുകയാണ്. അല്പം മുമ്പ് തിരുവമ്പാടി വിഭാഗം 2 തട്ടുള്ള കുട അവതരിപ്പിച്ചു. തൊട്ടു പിന്നാലെ പാറമേക്കാവ് മറുപടി നൽകിയിരിക്കുന്നു. 3 തട്ടുള്ള കുട ഉയർത്തിയാണ് പാറമേക്കാവ് തിരുവമ്പാടിക്ക് മറുപടി നൽകിയിരിക്കുന്നത്. വാശിയോടെ തന്നെ കുടമാറ്റം പുരോഗമിക്കുന്നു. വലിയ ആവേശത്തോടെ അതിന് വലിയ ആരവം ഉയർത്തിക്കൊണ്ട് പൂരപ്രേമികൾ വാദ്യമേളങ്ങൾക്കനുസരിച്ച് താളം പിടിച്ചുകൊണ്ട് കുടമാറ്റത്തെ പ്രോത്സാഹിപ്പിച്ച് ഇരുവിഭാഗത്തെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാം കാണുന്നത് പാറമേക്കാവിൻ്റെ 3 തട്ടുള്ള കുടയായിരുന്നു. വലിയ ആവേശത്തോടു കൂടി തന്നെ കുടമാറ്റം പുരോഗമിക്കുകയാണ്. ഇനിയും എന്തെല്ലാം വിസ്മയങ്ങളാണ് ഇരുവിഭാഗവും കാത്തുവച്ചിരിക്കുന്നത് എന്ന് ആണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ദീപാലങ്കാരങ്ങൾ ചെയ്ത കുടകൾ, മുത്തുക്കുടകൾ, അങ്ങനെ തട്ടുതട്ടായുള്ള കുടകൾ, വിവിധ ആകൃതിയിലുള്ള വിവിധ രൂപങ്ങളിലുള്ള കുടകൾ, അങ്ങനെ പല വിസ്മയങ്ങളും പോയ വർഷങ്ങളിലെല്ലാം തന്നെ ഇരുവിഭാഗവും കരുതി വച്ചിരുന്നു, അവസാനങ്ങളിലേക്ക് കരുതി വച്ചിരുന്നു. അതുപോലെ വലിയ കൗതുകം ഉണർത്തുന്ന പലതും ഇത്തവണയും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ പൂരപ്രേമിയും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആയിരക്കണക്കിന് പേരാണ് താളത്തിന് വാദ്യമേളങ്ങൾക്കൊപ്പം കുടമാറുമ്പോൾ ഉണ്ടാകുന്ന വാദ്യമേളങ്ങൾക്കൊപ്പം താളം പിടിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആരവമുയർത്തി ഓരോ തവണയും ഓരോ കുട ഉയരുമ്പോഴും അതിനെ ആരവം ഉയർത്തി സ്വീകരിക്കുന്നു. ഒപ്പം മറുവശത്ത് പകരം ഇതിന് മറുപടിയായി ഏത് കുട ഉയരും, ഏത് തരത്തിലുള്ള കുട ഉയരുമെന്ന ആകാംക്ഷയോടെ ജനങ്ങൾ ആകാംക്ഷ ഉറ്റുനോക്കുന്നു. മൊബൈൽ ക്യാമറകളിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു. വലിയ ദൃശ്യവിസ്മയം തന്നെയാണ് കുടമാറ്റം. യുനെസ്കോ പോലും അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. ലോകത്തിലെ ദൃശ്യവിസ്മയങ്ങളുടെ പട്ടികയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റത്തിന് വലിയ സ്ഥാനം തന്നെയുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സ്ഥാനം യുനെസ്കോ തന്നെ നൽകിയത് എന്നതിനുള്ള വലിയ മറുപടി തന്നെയാണ് നാം ഇപ്പോൾ തേക്കിൻകാട് മൈതാനിയിൽ കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 3 തട്ടുള്ള കുടയുമായി തിരുവമ്പാടി വിഭാഗം തയ്യാറെടുത്ത് നിൽക്കുന്നു. അല്പസമയത്തിനകം തന്നെ അവർ ആ 3 തട്ടുള്ള കുടയും ഉയർത്തും. വലിയ വിസ്മയങ്ങൾക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. രാവിലെ ഘടകപൂരത്തോടുകൂടിയാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. അപ്പോൾ മുതൽ ആയിരക്കണക്കിന് പേരാണ് ഓരോ ഘടകപൂരങ്ങൾക്കൊപ്പവും അല്ലാതെയും തേക്കിൻകാടിലേക്ക് ഒഴുകിയെത്തിയത്. കനത്ത ചൂടിനെ അവഗണിച്ചും വൈകുന്നേരത്തെ കുടമാറ്റം കാണാനായി കാത്തുനിന്നവർ, ഒപ്പം തന്നെ ഇലഞ്ഞിത്തറ മേളത്തിനും മടത്തിൽ വരവിനും ഒപ്പം അതിൻ്റെ താളത്തിനൊപ്പം നിന്നവർ, കുടമാറ്റത്തിൻ്റെ ദൃശ്യവിസ്മയം കാണാനായി കാത്തുനിന്നവർ, വലിയ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ഒരുമിച്ച് നിന്ന് ഒരു കൂട്ടായ്മയുടെ വലിയ ഒരു സാംസ്കാരിക ഉത്സവമാക്കി തൃശ്ശൂർ പൂരത്തെ മാറ്റിയവർ, അങ്ങനെ നിരവധി പേരാണ് ഇപ്പോഴും തേക്കിൻകാട് മൈതാനിയിൽ ഈ കുടമാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സമീപത്തുള്ള എല്ലാ കെട്ടിടങ്ങളുടെയെല്ലാം സാധ്യമായ ഇടങ്ങളിലെല്ലാം ഇരുന്നു കൊണ്ട് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത്. ആവേശം ഒട്ടും ചോരാതെ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഇരുവിഭാഗവും ഇനിയും കരുതി വച്ചിരിക്കുന്നത് എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്.
വലിയ ആവേശത്തോടെ തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം പുരോഗമിക്കുകയാണ്. ഓരോ ദൃശ്യവിസ്മയങ്ങൾ ഒരുക്കിവെച്ച് കുടമാറ്റം പുരോഗമിക്കുന്നു. ഓരോ തവണയും വിവിധ വർണ്ണങ്ങളിലുള്ള, വിവിധ ആകൃതിയിലുള്ള, വിവിധ രൂപങ്ങളിലുള്ള കുടകൾ ആണ് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. മത്സരബുദ്ധിയോടെ ഇപ്പോൾ തിരുവമ്പാടി 3 തട്ടുള്ള കുട ഉയർത്തിയിരിക്കുന്നു. 3 തട്ടുള്ള കുട ഉയർത്തി തിരുവമ്പാടി ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. ഇനി വലിയ ആവേശത്തോടെ തന്നെയാണ് പൂരപ്രേമികൾ ഇതിനെ ഈ 3 തട്ടുള്ള തിരുവമ്പാടിയുടെ കുടയെ ആവേശത്തോടെ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി പാറമേക്കാവ് ഇതിന് മറുപടിയായി ഏതു തരത്തിലുള്ള കുടയാണ്, ഏതു തരത്തിലുള്ള വിസ്മയമാണ് അവതരിപ്പിക്കുക എന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. വലിയ ആവേശം. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരുകാരുടെ വികാരമാണ്. പക്ഷേ കേരളത്തിലെ തൃശ്ശൂരുകാർക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് ഇതിൻ്റെ ആവേശത്തിൽ പങ്കുചേർന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിവിധ ആകൃതിയിൽ, രൂപത്തിൽ, വർണ്ണത്തിൽ, അങ്ങനെ വലിയ വിസ്മയങ്ങൾ. ഒപ്പം തന്നെ കരകൗശല തികവുള്ള കുടകൾ, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ, അല്ലെങ്കിൽ ജോലി തന്നെയാണ് ഇത്തരം കുടകൾ ഉണ്ടാക്കുന്നതിന് ഇവർ മാറ്റിവെക്കുന്നത്. വലിയ ചമയങ്ങൾ ഒരുക്കുന്നതിന് ഒരുപാട് കാലം സമയം ഇവർ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഇത് തിരുവമ്പാടിക്കാർക്കും പാറമേക്കാർക്കും ഒരു വാശിയുടെ മത്സരം കൂടിയാണ്. ഇതൊരു സൗഹൃദത്തിൻ്റെ മത്സരമാണ്. വാശിയുടെ മത്സരമാണെങ്കിൽ കൂടി വലിയ സൗഹൃദത്തിൻ്റെ ഒരു മത്സരവും കൂടിയാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന വലിയ ഒരു സൗഹൃദത്തിൻ്റെ ഒരു സംഗമ ഭൂമി തന്നെയാണ്. സാംസ്കാരിക ഉത്സവം, തൃശ്ശൂരിൻ്റെ സാംസ്കാരിക ഉത്സവമാണ്. ഒരു അമ്പലങ്ങളുടെ ഉത്സവമായല്ല തൃശ്ശൂരുകാർ ഇതിനെ സ്വീകരിക്കുന്നതും ആഘോഷിക്കുന്നതും എല്ലാം. ഇത് ജാതി മതഭേദമന്യേ എല്ലാവരുടെയും ഒരു ഉത്സവമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ, അത് നമ്മൾക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഒട്ടും ഇടമില്ലാത്തിടത്ത് പോലും തിങ്ങി നിന്നുകൊണ്ട് ആളുകൾ താളത്തിനും മേളങ്ങൾക്കൊപ്പം ഇതിൻ്റെ ഒപ്പം ചുവടുവയ്ക്കുന്നു. ദൃശ്യങ്ങൾ കാണാം. ആയിരക്കണക്കിന് പേരാണ് ഇതിൻ്റെ ദൃശ്യവിസ്മയത്തിന് സാക്ഷികൾ വഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. വലിയ ഇപ്പോൾ തിരുവമ്പാടി പുതിയ കുട ഉയർത്തിയിരിക്കുന്നു. പാറമേക്കാവ് വൈകാതെ തന്നെ കുട ഉയർത്തും. ഒരു തവണ കുട ഉയർത്തിയാൽ 3 പ്രാവശ്യവും ആലവട്ടവും വെഞ്ചാമരവും വീശും. അതിനുശേഷമാണ് അടുത്ത കുട ഉയരുക. ഈ പറയുന്ന 3 പ്രാവശ്യം ആലവട്ടവും വെഞ്ചാമരവും വീശുന്ന ഈ ഗ്യാപ്പിൽ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ആളുകൾ വാദ്യമേളത്തിനൊപ്പം തന്നെ താളം പിടിക്കുന്നത്. ഒപ്പം മറുവിഭാഗം എന്ത് അത്ഭുതമാണ്, അല്ലെങ്കിൽ എന്ത് കൗതുകമാണ് അടുത്ത കുടയിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയും ഓരോ മുഖത്തും നമുക്ക് കാണാൻ സാധിക്കും. ഗജവീരന്മാരാണ് ഈ ഇരുവശത്തും, തിരുവമ്പാടിക്ക് വേണ്ടിയും പാറമേക്കാവിന് വേണ്ടിയും ഇരുവശത്തുമായി കുടമാറ്റത്തിൽ അണിനിരക്കുന്നത്. തിടംപേറ്റുന്ന ആനയ്ക്ക് തിടംപേറ്റിയ ആനയ്ക്ക് പിടിക്കുന്ന കുട മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പാറമേക്കാവിന് വേണ്ടി തിടംപേറ്റിയിരിക്കുന്നത് പത്മനാഭനും, ഒപ്പം
തിരുവമ്പാടിക്ക് വേണ്ടി തിടമ്പേറ്റിയിരിക്കുന്നത് ശിവസുന്ദറുമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇവർ തന്നെയാണ് ഇരു കൂട്ടർക്കും വേണ്ടി, ഇരുഭാഗത്തിനും വേണ്ടി തിടമ്പേറ്റിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് പൂരപ്രേമികൾ ഇപ്പോൾ കുടമാറ്റത്തെ സ്വീകരിച്ചിരിക്കുന്നത്. വലിയ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് നിരവധി വ്യത്യസ്ത രൂപത്തിലുള്ള കുടകൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഒരു തട്ടല്ല, രണ്ട് തട്ടല്ല, 3 തട്ടുള്ള കുടകൾ വരെ തിരുവമ്പാടി ഉയർത്തിക്കഴിഞ്ഞു. പറമേക്കാവും അതുപോലെ തന്നെ 2 തട്ടുള്ള കുടകൾ ഉയർത്തിക്കഴിഞ്ഞു. മാത്രവുമല്ല വിവിധ ആകൃതിയിലുള്ള, പൈനാപ്പിളിൻ്റെ ആകൃതിയിലും ശ്രീകൃഷ്ണന്റെ രൂപത്തിലുമുള്ള കുടകളെല്ലാം തന്നെ ഇരുവിഭാഗവും ഉയർത്തിക്കഴിഞ്ഞു. ഇനി വെളിച്ചം മറയും തോറും ദീപാലങ്കാരങ്ങൾ അടങ്ങിയ കുടകൾ, അത്തരത്തിലുള്ള കുടകളെല്ലാം ഉയരും. അതിനായാണ് കാടുകൾ കാത്തിരിക്കുന്നത്. ഏതായാലും ഒരു ഇടവേളയിലേക്ക് പോകാം. അതിനുശേഷം വീണ്ടും കുടമാറ്റത്തിന്റെ വിശേഷങ്ങളിലേക്ക് മടങ്ങിയെത്താം.